തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഈ ആൾത്താരയിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചതിന്. ഞാൻ 2022 ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വിദേശത്ത് പോകുന്നതിന് വേണ്ടി നിയോഗത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വിദേശത്ത് പോകുന്നതിന് വേണ്ടിക്ക് ആദ്യം 2 തവണ ഞാൻ ആദ്യമേ അപ്ലൈ ചെയ്തു. 2022 ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തത് ആദ്യമായി നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നത് എനിക്ക് വിദേശത്തേക്കൊരു ജോലിയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. 2 തവണ ഞാൻ വെച്ചിരുന്നു, പക്ഷേ അത് റിജക്ഷൻ ആയിപ്പോയി. 3ാമത് ഞാൻ ക്രൊയേഷ്യയിലെ കെയർ വിസയിൽ പോകുന്നതിന് വേണ്ടി ഞാൻ വെച്ചതിന് ശേഷം ഞാൻ 2024 സെപ്റ്റംബർ മാസം 24-ാം തീയതി എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടി. ഞാൻ 17-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രത്യേകമായിട്ട് നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ജോലി തന്നെ അനുഗ്രഹിക്കണമെന്ന്. VFSൽ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ബാംഗ്ലൂരായിരുന്നു. എനിക്ക് അവിടെ ചെന്ന ശേഷം 6ാമത്തെ കൗണ്ടറിലാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ 6ാമത്തെ കൗണ്ടർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാതാവിൻ്റെ സാന്നിധ്യം എനിക്കവിടെ ഉണ്ടെന്ന്. അവിടുന്ന് ഫയൽ എൻ്റെ കയ്യിൽ തന്നു. നേരം ബയോമെട്രിക് റൂമിലോട്ട് എൻ്റെ കയ്യിൽ ഫയൽ തന്നപ്പോൾ ഞാനതിൽ വിശ്വാസപ്രമാണം ചൊല്ലി ആ ഫയലിനുള്ളിലും എൻ്റെ പാസ്പോർട്ടിനുള്ളിലും ഞാൻ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. ഇവിടെ വന്ന് 60 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് വിസ വരുന്നില്ല. വിസ വരാതായപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പലർക്കും റിജക്ഷൻ ആവുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. രാവിലെ ഞാനിവിടെ വന്ന് ഉച്ചവരെ വിശ്വാസപ്രമാണം ചൊല്ലി എത്രയും ദയുള്ള മാതാവേയും ചൊല്ലി പറ്റാവുന്നതുപോലെ ഒരുപാട് തവണ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി. എനിക്ക് 90 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ അടിച്ച് കിട്ടി. രണ്ടാമതായിട്ട് എൻ്റെ യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം അവസാനം 24-ാം തീയതി എനിക്ക് വിസ അടിച്ചു നൽകി. ഈ മാസം അവസാനം എനിക്ക് പോകണം. ടിക്കറ്റ് വന്നിട്ടില്ല. രണ്ടാമതായിട്ട് എനിക്കൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു യൂട്രസിനകത്ത്. 2ാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം അത് 3 പോയിൻ്റ് സംതിങ് ഉണ്ടായിരുന്നു. ഞാനത് 1 വർഷത്തിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ അത് 5 പോയിൻ്റോളം ആയിരുന്നു. അത് വളർന്നിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചത് പ്രാർത്ഥിച്ചിരുന്നു, ഇനി അത് ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ അത് സൈസ് വളരാതെ അത് കാത്തോണെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പൂശി അടിവയറ്റിൽ പൂശിയിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റത്തെ മാസം ആയപ്പോൾ എനിക്ക് പീരിയഡ്സ് ആയപ്പോഴത്തേന് അതിശക്തമായ വേദന വന്ന് എന്തോ എൻ്റെ വയറ്റിൽ നിന്ന് ഇളകി പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് 1 മാസം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഫൈബ്രോയിഡ് അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് എൻ്റെ മൂത്തയാൾക്ക് കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹീറ്ററിനകത്തു നിന്ന് തിളച്ച വെള്ളം കപ്പിലെടുത്ത് അപ്പോൾ ഇവൾ പച്ചവെള്ളമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വെള്ളം നേരെ ദേഹത്തോട്ട് ഒഴിച്ചിരുന്നു. ശരീരത്തൊഴിച്ച് അത് നന്നായിട്ട് ചുമന്ന കളർ വന്നിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പം തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും തൈലവും പൂശി ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഒരു പാടോ അങ്ങനെ ഒന്നും അവളുടെ ശരീരത്തുണ്ടായിരുന്നില്ല. ഇത്ര അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് എനിക്ക് തന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിരുന്നത് എന്നെക്കൊണ്ട് പറ്റാവുന്നത്ര സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് ഞാൻ ചെയ്തിരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പത്രം വാങ്ങി ഞാൻ എൻ്റെ മനസ്സിൽ എത്രയാണോ നമ്പർ വരുന്നത് 5 അല്ലെങ്കിൽ 7 എത്രയാണോ നമ്പർ വരുന്നത് അത്രയും പത്രമായിരുന്നു ഞാനിവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തിരുന്നത്. ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എനിക്ക് വ്യക്തിപരമായിട്ട് വന്ന മാറ്റങ്ങൾ, ഞാൻ പണ്ട് ഇത്രയും പ്രാർത്ഥനയില്ലായിരുന്നു. ഞാൻ ഞായറാഴ്ച ദിവസം മാത്രമേ പള്ളിയിൽ പോകത്തുള്ളായിരുന്നു. പറ്റാവുന്നത്ര എല്ലാ ദിവസവും ഞാനിപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ട്. അരമണിക്കൂർ രാവിലെ ബൈബിൾ വായിക്കും. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് നല്ല വ്യത്യാസം വന്നു. എൻ്റെ ക്യാരക്ടറും എല്ലാത്തിനും നല്ല വിശ്വാസം വന്നു എന്നുള്ളൊരു ഉറപ്പ് എനിക്കിപ്പം ഉണ്ട്. അമ്മ മാതാവ് ഇത്രയും അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു.